അപ്പോൾ ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ് കേട്ടോ. ഒരു കുട്ടി യാത്രയാണ്. ഞങ്ങൾക്ക് 3 പേർക്കും ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു യാത്രയാണ്, പ്രത്യേകിച്ച് എൻ്റെ ആദൂട്ടന്. അപ്പോൾ കുറേ കാലമായിട്ടോ ഇങ്ങനെയൊക്കെ ഒരു യാത്ര പോയിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയ ഒരു കാലം തൊട്ട് ഇതുവരെയായിട്ടും ഇങ്ങനെ കുറച്ച് ലോങ് ആയിട്ടുള്ള യാത്രയൊന്നും പോയിട്ടില്ല. അങ്ങനെ വിചാരിക്കുമ്പോൾ അധികം ലോങ്ങും എന്നല്ല, ഒരു 3 മണിക്കൂർ യാത്ര അത്രയേ ഉള്ളൂ. അപ്പോൾ അവനും ഒരു സന്തോഷമാണ്. അവന് സാധാരണയായിട്ട് പുറത്തൊക്കെ പോകാൻ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഈ യാത്ര ആരംഭിക്കുകയാണ്. എവിടെയാണ് ഞങ്ങൾ പോകുന്നതെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഒന്ന് ഗസ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇത് പാർട്ട് 1 വീഡിയോ ആണ്. എവിടെയാണ് പോകുന്നത് എന്നുള്ളത് പാർട്ട് 2ലാണ് ഞാൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ലോങ് ആയിപ്പോവും. ഈ ഇരുട്ടത്ത് ഞാൻ എവിടെയാണ് പോകുന്നതെന്നറിയോ? അത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാട്ടോ. ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്. ഇവിടെ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അതെന്താന്നൊക്കെ ഉള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അവളെ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു. അതിൻ്റെ ഇടയിൽ നമുക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സീ ഫുഡ് എന്ന് കണ്ടിട്ടാണ് കേട്ടോ ഞാനിവിടെ കയറിയത്. പക്ഷേ സീ ഫുഡ് എന്ന പേര് മാത്രമേ ഉള്ളൂ, ഒരു സീ ഫുഡ് ഐറ്റംസ് ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. ലാസ്റ്റ് ചെമ്മീൻ ഉണ്ടായിരുന്നു ഫ്രൈ, പക്ഷേ അത് ഭയങ്കര എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ ഒരു ടേസ്റ്റൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാനും കുഞ്ഞനും ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഫുഡിന് വേണ്ടിയിട്ട്. അവനിപ്പം ഫുഡ് കഴിക്കുന്നേരം കുറച്ച് അലമ്പ് കളിയൊക്കെ ഉണ്ട് കേട്ടോ. അവന് നമ്മൾ എന്ത് കൊണ്ടുവച്ചാൽ അത് കൈകൊണ്ട് ഇങ്ങനെ മാന്തണം, അങ്ങനെയൊക്കെ ഒരു ടെൻഡൻസി ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അപ്പം കറി കുഴപ്പമില്ല, ചിക്കൻ കറി കുഴപ്പമില്ല. ഞാൻ നമ്മുടെ ബിരിയാണീൻ്റെ റൈസും അതുപോലെ തന്നെ ഒരു ചിക്കൻ കൊണ്ടാട്ടം അതാണ് വാങ്ങിയിട്ടുള്ളത്. ഈ വീഡിയോ എടുത്തത് ഈ റോഡിൻ്റെയൊക്കെ ഒരു വികസനം നോക്കിയാലേ എന്ത് സുഖം, എത്ര പെട്ടെന്നാണ് എത്തുന്നത്. ഞങ്ങൾ വടകര റൂട്ടിൽ നിന്നാണ് കേട്ടോ പേരാമ്പ്രയിൽ നിന്ന് പോയിട്ടുള്ളത്. അപ്പം എന്തായാലും യാത്ര അടിപൊളിയായിരുന്നു. നൈറ്റ് ആയതുകൊണ്ട് അത്ര തിരക്കും ട്രാഫിക്കും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെയാണ് റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൂമൊക്കെ മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പം കുഞ്ഞനുമായിട്ട് പോകുമ്പോൾ അല്ലെങ്കിലും പൊതുവേ ഞങ്ങൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നൊരു യാത്രയാണെങ്കിൽ ഞങ്ങൾ പൊതുവേ അവിടെയുള്ള റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് സെറ്റാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളിതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളെടുത്ത അതേ റെസിഡൻസി തന്നെയാട്ടോ ഈ പ്രാവശ്യം ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. മുന്നേ വന്ന് ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടല്ലോ, അപ്പോൾ ഓക്കെ ആണ്, അടിപൊളിയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്ത്. നമ്പറും കാര്യങ്ങളും ഞങ്ങളെടുത്തുണ്ടായിരുന്നു, അന്നേ ഞങ്ങൾ സേവ് ചെയ്ത് വെച്ച്. അപ്പോൾ നിയോം എന്നാണ് കേട്ടോ നമ്മുടെ റെസിഡൻസിയുടെ പേര്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് അവർക്ക് വേണ്ടിയിട്ട്. അവരെവിടെ എവിടെയും കാണുന്നില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് റൂമിലെത്തിയിട്ട് അവിടെ ഒന്ന് കിടക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്ത് അവരിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഞാനൊന്ന് ചുറ്റുപാടുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്, അവരിപ്പോൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പറഞ്ഞു നമുക്ക് റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ അവരോട് പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ റൂമായിരുന്നു എടുത്തത് എന്നുള്ളത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് റൂമാണ് അവർ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. പക്ഷെ അതിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു റൂം മാറ്റാൻ വല്ല ചാൻസും ഉണ്ടോ, നിങ്ങൾ തൊട്ടപ്പുറത്ത് റൂമായിരുന്നു കഴിഞ്ഞ തവണ വന്നപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ആളില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റൂം മാറി ആദൂട്ടിനെ സെറ്റാക്കി. ഞങ്ങളുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു, അത് വിരിച്ചു. പിന്നെ ആദൂട്ടനും അച്ഛനായിട്ട് കുറച്ച് നേരം കളിച്ച് ആ സമയത്ത് ഞാനൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ള രീതിയിലായിട്ടോ. അത്രയും ടയേർഡായിട്ടുണ്ട്. എനിക്ക് പൊതുവേ കാറിലൊക്കെ വരുന്നേരം ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അത്ര പ്രശ്നം ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാർട്ട് 2 വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറന്നു പോകരുത്. ബായ്.